ഹലോ ഗൈസ്, നമുക്കിത് വളരെ ഈസിയായി ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഒരു അരക്കപ്പ് മൈദ എടുക്കുക. ഈ മൈദയിലേക്ക് ഒരു 2 സ്പൂണ് റവ ചേർത്ത് കൊടുക്കുക. റവ അല്ലെങ്കിൽ അരിപ്പൊടി. ഞാൻ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കളർ ആവശ്യമുള്ളവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ. അത് കുറച്ചല്ലേ മാവുള്ളൂ. 1/2 സ്പൂൺ വേണ്ട, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതാ ഈ പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴം. അത് ചെറിയ നേന്ത്രപ്പഴമാണ്. ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. 2 ആവശ്യമുള്ളവർക്ക് 2 3 എടുക്കാം. ഇനി ഇത് തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം. പഴം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാവിലിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അരക്കപ്പ് മൈദ എടുത്തിട്ടാകുമ്പോൾ ചെറിയ 2 പഴം കറക്റ്റാണ്. വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ അരക്കപ്പിന് 1 ആയാലും മതി. ഇനി ഒരു പാത്രം എടുത്ത് വെക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായി ഇട്ട് കൊടുക്കാം. കുറച്ചായി എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗോതമ്പ് പൊടി വെച്ചും ഇതുപോലെ ചെയ്യാം. പക്ഷെ കുറച്ച് കൂടുതൽ ടേസ്റ്റ് മൈദമാവ് കൊണ്ട് ചെയ്യുമ്പോഴാണ്. നല്ലോണം പഴുത്ത പഴമെല്ലാം വെച്ച് നമുക്കിതുപോലെ ചെയ്യാം. നല്ലോണം പഴുത്ത പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തിരിച്ചും മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല, പേടി വേണ്ട. ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ സെപ്പറേറ്റ് ആവും. ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം വെച്ച് ഒരു അടിപൊളി 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.